ഇന്ന് ലോക കുടുംബ ദിനമാണ്. കുടുംബ ബന്ധങ്ങളെ ഹനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനമായത് ക്രോധമാണ്. ഇണയോടുള്ള മറ്റാൾക്കാരോടുള്ള ക്രോധമാണ് ബന്ധങ്ങളെ ഹനിക്കുന്നത്. ക്രോധാത് ഭവതി സമ്മോഹക സമ്മോഹാ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്വതി എന്ന ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലെ 63-ാം വരികൾ പറയുന്നു. അതിൻ്റെ അർത്ഥം കോപം അല്ലെങ്കിൽ ക്രോധം വിവേകത്തെ, അതുപോലെ നമ്മുടെ ഓർമ്മയെ നശിപ്പിക്കുന്നു. ഓർമ്മ നശിക്കുമ്പോൾ, സ്മരണ നശിക്കുമ്പോൾ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ സർവം നശിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുപോലെ മാതൃ പിതൃ ഭ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിത് പുമാൻ. ക്രോധമല്ലോ നിജ ധർമ്മ ക്ഷയകരം, ക്രോധമല്ലോ യമനായത് നിർണയം എന്ന് രാമായണം പറയുന്നു. ക്രോധം പരിത്യജിക്കേണം ബുധജനം എന്ന് വീണ്ടും രാമായണത്തിലുണ്ട്. ക്രോധവാൻ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ക്രോധം നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എന്നാണ്. An angry man closes his eyes and opens his mouth എന്നാണ് ഇംഗ്ലീഷിലെ ചൊല്ല്. നമുക്ക് ക്രോധം തോന്നേണ്ട ഒന്നേ ഉള്ളൂ. ഒരു വസ്തുവിനോട് മാത്രം ക്രോധം തോന്നാം, കോപം തോന്നാം. അത് ക്രോധം മാത്രമാണ് എന്നാണ് യാജ്ഞവൽക്യോപനിഷത്ത് നമ്മോട് പറയുന്നത്. ക്രോധത്തെ എങ്ങനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താം എന്നതിന് ഒരു സംഭവമുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം. ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് തെരേസ എന്ന പേരുള്ളൊരു പെൺകുട്ടി, ഇന്ത്യക്കാരിയല്ല, ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ഓടയിൽ കിടന്ന ഒരു ചോരക്കുഞ്ഞിനെ മാറത്തടക്കി പിടിച്ച് നടന്നു ചെന്നു ഒരു ചായക്കടയ്ക്ക് മുന്നിലേക്ക്. ചായക്കടക്കാരൻ കട തുറന്നിട്ടേ ഉള്ളൂ. അയാൾ വെള്ളം ചൂടാക്കി തുടങ്ങി ചായ ഉണ്ടാക്കാൻ. തെരേസ എന്ന യുവതി ആ കടക്കാരനോട് ചോദിച്ചു, ഈ കുഞ്ഞിന് കൊടുക്കാൻ ഒരല്പം പാൽ തരുമോ എന്ന് യാചിച്ചു. കാരണം കുഞ്ഞിൻ്റെ ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു, അത് മരണത്തിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് തോന്നി. രാവിലെ കൈനീട്ടമായി ഒരു യാചക വന്നു എന്ന് വിചാരിച്ചിട്ട് ആ കടക്കാരൻ ഏതാണ്ട് ചൂടായി തുടങ്ങിയ വെള്ളം ഒരു കോപ്പയിലെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. കടന്നു പോ എന്നലറി. അപ്പോൾ ആ യുവതി പറഞ്ഞു, സഹോദര, എനിക്കുള്ളത് കിട്ടി, അങ്ങ് എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു തന്നു, എനിക്കുള്ളത്. ഈ കുഞ്ഞിന് അല്പം പാൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അത് ആ യാചനാസ്വരം കടക്കാരൻ്റെ മനസ്സ് അലിവുള്ളതാക്കി. അയാൾ ആ കുഞ്ഞിന് അല്പം പാലെടുത്തുകൊണ്ട് നൽകി. അങ്ങനെ ക്രോധത്തെ നമുക്ക് സ്നേഹം കൊണ്ട് നശിപ്പിക്കാം എന്ന് തെളിയിച്ച തെരേസയാണ് പിന്നീട് മദർ തെരേസ എന്ന മഹത് വ്യക്തിയായി മാറിയത്. പുണ്യവതിയാണ് മദർ തെരേസ. മദർ തെരേസയുടെ പേരിൽ അനേകം പള്ളികളുണ്ട്. അത്രയും മഹത്വമുള്ള വ്യക്തിയായി മാറിയത് ക്രോധത്തെ സ്നേഹം കൊണ്ട് നേരിട്ടതുകൊണ്ടാണ്. വിദേശ രാജ്യത്ത് ജനിച്ച ആ സ്ത്രീക്ക് കൽക്കട്ടയിൽ തെരുവീതിയിൽ വന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് പരിപാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കരുണ മനസ്സിൽ ഒരിക്കലും ഒഴിഞ്ഞു പോകാത്തതുകൊണ്ട് അവരാ കുഞ്ഞിനെ വളർത്തി. പിന്നീട് ആ കുട്ടി ഈ ആശ്രമത്തിലെ അല്ലെങ്കിൽ മദർ തെരേസയുടെ ആശ്രമത്തിലെ ഒരു അന്തേവാസിയായി മാറി അനേകം ആൾക്കാരെ ശുശ്രൂഷിച്ചു എന്നാണ് അവരുടെ ഓർമ്മക്കുറിപ്പുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ക്രോധം തോന്നേണ്ട ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അത് ക്രോധം മാത്രമാണ് എന്നുള്ള യാജ്ഞവൽക്യോപനിഷത്തിലെ വാക്കുകളോടെ നമുക്ക് അവസാനിപ്പിക്കാം.